ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ പ്രിയ സമൂഹമേ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് ഒരു വലിയ നോമ്പുകാലം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നോമ്പിൻ്റെ ഏതാണ്ട് ഒരാഴ്ചക്കാലം പിന്നിടുന്ന ഈ സമയത്ത് നമ്മൾ എന്തിനാണ് നോമ്പ് നോൽക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നോമ്പ് സഭ കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിഷയം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. വേദപുസ്തകത്തെ ആസ്പദമാക്കി പല ഘട്ടങ്ങളിലും നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണെങ്കിലും അല്പസമയത്തെ ധ്യാനത്തിനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന 2 വേദശകലങ്ങൾ. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. അതേ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ 2 വേദശകലങ്ങൾ നമ്മൾ ആഴമായിട്ടൊന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷെങ്കിൽ ഈ നോമ്പിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ല എന്തിനാണ് നോമ്പ് സഭ കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു ഭാഗം നമുക്ക് മനസ്സിലാകും. 1-ാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം മനുഷ്യനോട് ചോദിക്കുന്നു, നീ എവിടെ? 2-ാമത്തെ വാക്യത്തിൽ യഹോവ കയീനോട് ചോദിക്കുന്നു, നിന്റെ അനുജൻ എവിടെ? ഈ 2 വാക്യങ്ങൾ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെ? മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? 2-ാമത്തെ വാക്യത്തിൽ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും പ്രതിപാദിക്കുന്ന ഒരു വിഷയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം അനാദിയായ കാലം മുതൽ ഇന്ന് വരെയും തുടരുന്നു. അതിനിടയിലെ ഒരു ഘട്ടമാണ് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി കാൽവറി യാഗമായി തൻ്റെ മറുവിലയായി ജീവനെ അർപ്പിച്ച ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജാതനായത്. അതിൽ കൂടി ഒരു സ്നേഹം പിതാവിന് നമ്മൾ വെളിപ്പെടുത്താനില്ലായിരുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞ ഏറ്റവും മഹത്തരമായ ഒരു കൽപ്പന, നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക, അല്ലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. മനുഷ്യ, നീ എവിടെ? ദൈവവും നാമുമായിട്ടുള്ള ബന്ധത്തിൽ നാം ഇന്ന് എവിടെ നിൽക്കുന്നു? പോട്ടെ, അദൃശ്യനായ ദൈവത്തിൻ്റെ കാര്യം നമുക്ക് വിടാം. കാണുന്ന സഹോദരൻ, അതായത് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നു, നിന്റെ സഹോദരനെ ഹാബേൽ എവിടെ? കയീനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പക്ഷെങ്കിൽ ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. കാണപ്പെടുന്ന നിന്റെ സഹോദരനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നീ ഇന്ന് എവിടെ നിൽക്കുന്നു? പ്രിയമുള്ളവരെ, കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഇടവകയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ സമാധാനം പരസ്പരം കൊടുക്കുക എന്നുള്ളൊരു ഘട്ടമുണ്ട്. അതായത് കൈവസൂരി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ കൈവസൂരി പട്ടക്കാരൻ മദ്ബഹായിലെ ശുശ്രൂഷകർക്ക് കൈമാറി, അവിടുന്ന് ശുശ്രൂഷകർ കൈക്കലയിലേക്ക് വന്നിട്ട് ശേഷം ജനങ്ങൾക്ക് കൈമാറുന്ന അവസരത്തിൽ ഏറ്റവും പിന്നിൽ നിന്നൊരു മനുഷ്യൻ അതിവേഗം ശരവേഗത്തിൽ പാഞ്ഞു എന്ന് കൈവസൂരി നേരിട്ട്
ആ മദ്ബായിലെ ശുശ്രൂഷകനോട് വാങ്ങിച്ചിട്ട് വന്ന അതേ വേഗത്തിൽ തിരികെ പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇദ്ദേഹം വാങ്ങി അതേപോലെ തന്നെ തിരികെ പോയി. ആർക്കും അത് കൈമാറിയില്ല. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അത് അടുത്ത ആൾ കൈമാറുക എന്നുള്ളതാണ്. അതായത് പരസ്പരം നിരപ്പാകലിൻ്റെ ഒരു ശുശ്രൂഷയാണത്. വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പായിട്ട് സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ശണ്ടകളോ ഉണ്ടെങ്കിൽ അത് നിരപ്പായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ ഈ കൈവസൂരി വാങ്ങി നേരെ പോയി അദ്ദേഹം നിന്ന് അതേ സ്ഥാനത്ത് നിന്നു. ഞാൻ ആ വിഷയം എൻ്റെ മനസ്സിനെ ഒരു വല്ലാതെ ഒന്ന് സ്പർശിച്ചത്. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരോട് രഹസ്യമായിട്ടൊന്ന് തിരക്കി ഇതെന്താണ് ഇങ്ങനെ ഇദ്ദേഹം കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാനിടയായത് മദ്ബായിലെ ശുശ്രൂഷൻ കൈവസൂരി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് ആദ്യം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്നത് ഈ ആളിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് പള്ളിയിലൊരു സീനിയർ മെമ്പറാണ്. അപ്പം ആ സീനിയർ മെമ്പറായ സഹോദരനോട് ഈ സഹോദരൻ വർഷങ്ങളായിട്ട് മിണ്ടുകയില്ല. എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. കൈവസൂരി ജ്യേഷ്ഠൻ മുന്നിൽ നിന്ന് പാസ് ചെയ്യുന്ന ഈ കൈവസൂരി അനുജൻ നേരിട്ട് മറ്റുള്ളവരുടെ കൈപ്പറ്റുകയില്ല, നേരിട്ട് പോയി അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് തൻ്റെ സ്ഥാനത്തേക്ക്. എൻ്റെ സഹോദരങ്ങളെ, എന്നെ വല്ലാതെ സ്പർശിച്ചത്. ഞാൻ ഇന്നും അത് എല്ലാ നോമ്പുകാലം വരുമ്പോഴും ഓർക്കാറുണ്ട്. ഈ പറയുന്ന ഞാനും വലിയ വിശുദ്ധനൊന്നും അല്ല, എങ്കിലും നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ സ്വന്തം രക്തത്തിൽ പങ്കാളികളായ അല്ലെ ഒരേ കൂടപ്പിറപ്പുകളായ സഹോദരങ്ങളോട് നമ്മൾ പുലർത്തുന്ന സമീപനം എന്താണ്? എല്ലാ നോമ്പുകാലങ്ങളിലും നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശുഭക്കോനോ എന്നൊരു ശുശ്രൂഷ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. എന്താണ് ശുഭക്കോനോ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നിരപ്പാകൽ. ശണ്ടയോ കലഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് സ്നേഹത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, നമ്മൾ കാണിക്കുന്ന അല്ലെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന പലതും വെറും ആചാരങ്ങളായി മാത്രം അവശേഷിക്കുന്നില്ലേ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര ശുഭകോനങ്ങൾ നമ്മൾ ആചരിച്ചു, എത്ര നോമ്പുകാലം നമ്മൾ പിന്നിട്ടു. 50, 60, 70 വയസ്സായ നമ്മൾ എത്രയോ ശുഭകോന ശുശ്രൂഷകൾ പങ്കെടുത്തു, എത്രയോ നോമ്പുകാലം നമ്മൾ പിന്നിട്ടു. പക്ഷേ ഇതൊക്കെ വെറും ചടങ്ങുകളെ മാത്രമായി അവശേഷിക്കുന്നില്ലേ എന്ന് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്കും കാണാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയില്ലെന്ന് തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പാചരണം കുറഞ്ഞ പക്ഷം നമ്മളുടെ സ്വന്തം രക്തത്തിൽ പിറന്നല്ല, നമ്മുടെ സ്വന്തം കുടപ്പിറപ്പുകളായിരിക്കുന്ന സഹോദരങ്ങളോട് സ്നേഹവും കരുണയും പുലർത്തി ഐക്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിന് ഈ നോമ്പുകാലം നമ്മളെ ഇടയാക്കിയില്ലെങ്കിൽ ഇനി ഒരു പക്ഷെങ്കിൽ ഒരു നോമ്പുകാലം കൂടി നമുക്ക് ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ നോമ്പുകാലത്ത് അങ്ങനെ നമ്മൾ പിണങ്ങിയിരിക്കുന്നവരുമായിട്ടോ ഐക്യമെത്തിപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരുമായിട്ടോ ഒന്ന് ഐക്യത്തിൻ്റെ പാതയിൽ വരുവാൻ, സ്നേഹത്തിൻ്റെ പാതയിൽ വരുവാൻ ഇടയായാൽ അതാണ് ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ വിജയം. അല്ലാതെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളെ വർജിച്ച് വെറും ഷോ ഓഫുകളായി ഈ നോമ്പുകൾ പരിണമിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിന് സർവശക്തനായ ദൈവം ഏവരെയും ശക്തീകരിക്കട്ടെ, കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.